ഹേ ഗൈസ്, നിങ്ങളുടെ സ്വന്തം KT. ഇപ്പോൾ നമ്മുടെ വാഴ 2ന്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. വാഴ 1ന്റെ ഭയങ്കര വലിയ ഫാനാണ്. വാഴ 1 തിയേറ്ററിൽ ഞാൻ കണ്ടപ്പോൾ എന്തോ അങ്ങോട്ട് ചേരാത്ത പോലെ ആദ്യം തോന്നി, ആദ്യം. പക്ഷെ പിന്നീട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പടമാണ്. ഞാൻ വീട്ടിൽ വെച്ച് അച്ഛനും അമ്മയായിട്ടിരുന്ന് കണ്ടപ്പോഴാന്ന് തോന്നുന്നു. എനിക്ക് ആ ഫാമിലി ആയിട്ടുള്ള സീനും ജോക്സ് എല്ലാം അടിപൊളി, പക്ഷെ എന്നാൽ ആ ഒരു ഇമോഷണൽ സാധനങ്ങളും ആ ഒരു ഡെപ്തും എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് മനസ്സിൽ കൊണ്ട ഒരു സിനിമയായിരുന്നു. നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല മൊമെന്റ്സ് തന്നിട്ടുള്ള ഒരു സിനിമയായിരുന്നു. ഹാഷിറിന്റെയും ടീമിന്റെയും എന്താ അവസ്ഥയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്താണ് അവർ കൊണ്ടുവരുന്നത്? നമ്മള് റീൽസ് പോലെയാണോ അതോ കുറെ കൂടെ ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സ് ആണോ? ഞാനിങ്ങനെ ഈ ലൈറ്റ് ഒക്കെ വർക്ക് ചെയ്യാണ്ടിരിക്കുവായിരുന്നു, എന്താ ചെയ്യേണ്ടത്. എനിക്ക് ആട് 3 ചെയ്യാൻ പറ്റാനുള്ള വിഷമത്തിലായിരുന്നു. പക്ഷെ ഇന്നെന്തോ വർക്കായി. ഞാൻ നോക്കുമ്പോൾ വാഴ 2 ട്രെയിലർ റിലീസ് എന്ന ഒരു വീഡിയോ ചെയ്തേക്കാന്ന് വിചാരിച്ചു. തുടങ്ങിയ കുഴപ്പങ്ങളാണ് ഇതൊക്കെ. പ്രേമത്തിനല്ല, പ്രേമത്തിന് ശേഷമാണ് കുഴപ്പം തുടങ്ങിയത്. ഇത് നമ്മുടെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൽഫോൺസ് പുത്രനുണ്ട്, അപ്പം ഹാഷിറാന്ന് തോന്നുന്നു. അവര് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോളേജിൽ ബ്ലാക്ക് ഡ്രസ് ഒക്കെ ഇട്ട് വന്നത്, ആ സ്റ്റൈല് പിടിച്ചതൊക്കെ പ്രേമത്തിന്റെ ശേഷമാണ്. അപ്പൊ ആ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെ ഒരു സീൻ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. കൊള്ളാം. അവന്മാരുടെ കൂടെ ഉള്ള കൂട്ട് വേണ്ട. വേറെ വള്ളികളൊന്നും വരായിരുന്നാ ഇതിനൊക്കെ അവന്റെ ചേട്ടനാരാന്നറിയോ? അവന്റെ ചേട്ടന്റെ കൂട്ടുകാരനാരാന്നറിയോ? മൊത്തം കുഴപ്പമാണല്ലോടാ. അജിനൊക്കെ വേറെ കലിപ്പട്ടാ. സ്റ്റാർട്ടിങ് ഷോട്ടുകൾ കണ്ടില്ലായിരുന്നു. സ്റ്റാർട്ടിങ് ഷോട്ടിൽ ഇവന്മാരുടെ റേഞ്ച് കാര്യമായിട്ട് പിടിച്ചിട്ടുണ്ട് ഇവന്മാര്. പിന്നെ മറ്റേ ആഷിറിന്റെ ഒക്കെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന ആരാന്നുള്ളത് ഒരു മിസ്റ്ററി ആയിട്ടാണ്. അത് എനിക്കിപ്പോ ഇതിനകത്ത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. വാഴ 1 അവര് ഒരു ഇന്റർവ്യൂല് പറഞ്ഞു വാഴ 1 എന്തൊക്കെയോ അതിന്റെ ക്ലൂ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. പക്ഷെ ഇതിനകത്ത് ഇപ്പൊ കാണിച്ചു ബിജുക്കുട്ടൻ പുള്ളിക്കാരനും പിന്നെ മറ്റൊരു പുള്ളിക്കാരനുണ്ടല്ലോ, ഇന്റർവ്യൂല് ഉണ്ടായിരുന്ന പേര് മറന്നു, പുള്ളിക്കാരനും ഉണ്ട്. അത് നമ്മുടെ വിനായകന്റെയും അലന്റെയും ഒക്കെ അച്ഛന്മാരായിട്ട്. പക്ഷെ അജിന്റെ എന്താ അവസ്ഥയെന്നും ഹാഷിറിന്റെ എന്താ അവസ്ഥയും നമ്മൾ കണ്ടിട്ടില്ല. കൂടെ ഉള്ളവരൊക്കെ അങ്ങ് പോവും. അവസാനം പുറത്തിറങ്ങാനും കലങ്ങിയിരിക്കാനൊക്കെ ആരും കാണത്തില്ല. ഈ കരച്ചില് സീനൊക്കെ വന്നു കഴിയുമ്പോൾ എനിക്ക് ആ ഫസ്റ്റ് വാഴയുടെ ആ ഒരു റേഞ്ചാണ് വരുന്നത്. ആ വിങ്ങല് കാണുമ്പോ ഉണ്ടല്ലോ, എത്രയൊക്കെ ചിരിച്ചിരിക്കുവാണെങ്കിലും ഒരു മനസ്സിലൊരു ശശ എന്നുള്ളൊരു ദൈവമേ കരയിപ്പിക്കൂ. സംഭവം മറ്റേ എനിക്ക് തോന്നുന്ന ഇവന്മാരൊക്കെ ഉണ്ട് അടിപൊളി സൂപ്പർ. പക്ഷെ എന്നാൽ എന്തൊക്കെയോ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തുള്ള അടിയും പിരിയലും, ആരെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആരെങ്കിലും ഉണ്ടാവും. അപ്പൊ തെറ്റിദ്ധാരണയുടെ പേരിൽ കയറി അടി ഉണ്ടാവുന്നു. പണി പാളി. വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ ഓരോ ചീത്ത വാക്ക് കേൾപ്പിക്കാന്ന് പറയത്തില്ലേ, ചീത്തപ്പേര് കേൾപ്പിക്കാം, അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് വാഴയുടെ സിഗ്നേച്ചർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് ആ റേഞ്ച് ഓഫ് ഇമോഷൻ ഭയങ്കരമായിട്ട് കാണിച്ചു തരുന്നുണ്ട് അവന്മാര്. ഫസ്റ്റ് ഡേ പോയി കാണണമെന്നുണ്ട്, ഒരു വീഡിയോ ഒക്കെ ഇറക്കണം എന്നൊക്കെയാണ് ആഗ്രഹം. പക്ഷെ ഈസ്റ്റർ ഒക്കെ ആയിട്ടുള്ള യാത്ര ഓട്ടമൊക്കെ ആണ്. നോക്കട്ടെ, പോർട്ടബിൾ സെറ്റപ്പായിട്ട് ഞാൻ പോവാം, എന്നിട്ട് എവിടെയെങ്കിലും വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വീട്, കുടുംബം, ഹാഷിറിന്റെയും ടീമിന്റെയും ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ ഈ റീലിലൊക്കെ കണ്ടിട്ടുള്ള, അത് തന്നെ ഇതിനകത്ത് കുറെ വരുന്നുണ്ട്. അത് തന്നെ ഹാപ്പി ആട്ടോ. അവന്മാരെ അങ്ങ് ഒരുപാട് മാറ്റിയെടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ കരയുന്ന സീനുകളുടെ ഒരുപാടുണ്ട്. പക്ഷെ എന്നാലും ഹാഷിർ എനിക്കൊന്ന് മനഃപൂർവ്വം ചെയ്യുന്നതാണോ അത് അവന്റെ ബോഡി ലാംഗ്വേജ് തന്നെ ആണോ? ഭയങ്കര എക്സൈറ്റഡ് ആണ് സിനിമയ്ക്ക് വേണ്ടി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.